എങ്ങനെ നമുക്ക് മാക്സിമം തെറ്റുകളൊക്കെ ഒഴിവാക്കി അള്ളാഹുലേക്ക് ക്ലോസ് ആവാം എന്ന് നോക്കിയാലോ? ഇന്നത്തെ ഈ ഒരു ലോകമെന്ന് പറയുന്നത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ അത്രയും ഹറാമായ പല കാര്യങ്ങളും ഇന്നെല്ലാവരും നോർമലായിട്ടാണ് കാണുന്നത്. അങ്ങനെ പതിയെ പതിയെ ചില കാര്യങ്ങൾ നമ്മളെ അള്ളാഹുവിൽ നിന്ന് പിന്തിരിപ്പിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഡിസ്റ്റൻസ്, നമുക്കും അള്ളാഹുവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ദുനിയാവിൻ്റെ പ്ലഷറിൽ, ദുനിയാവിൻ്റെ സന്തോഷത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും റിയലായിട്ടുള്ള ഹാപ്പിനെസ് അല്ല, വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണത്. നമ്മളുടെ മനസ്സിൽ ഒരു പൂർണ്ണത, നമ്മളുടെ ഹൃദയത്തിന് ഒരു പൂർണ്ണമായ ഒരു സന്തോഷം എപ്പോഴാണ് കിട്ടാമെന്നറിയോ? ദാറ്റ്സ് വെൻ വി സ്റ്റാർട്ട് ട്രസ്റ്റിങ് അള്ളാഹ്. നമ്മൾ അള്ളാഹുവിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, നമ്മളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുക. അവൻ്റെ പ്ലാനിൽ, അവൻ്റെ ആ ഒരു സമയത്തിൽ, ആ ടൈമിങ്ങിൽ നമ്മൾ വിശ്വസിക്കുക. ആൾക്കാർ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആൾക്കാർ ഇന്ന് നല്ലതായിരിക്കും, പക്ഷെ നാളെ അവർ മാറും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അള്ളാഹു എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഹി വാസ് ഓൾവേസ് ദ സെയിം. ഈ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അവൻ്റെ പ്ലാനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മളുടെ ഹോപ്പ്, നമ്മളുടെ വിശ്വാസം അതൊന്നും അധികം നമ്മൾ ആൾക്കാരിൽ കൊടുക്കരുത്. പകരം നമ്മൾ അള്ളാഹുലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഷമത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ അള്ളാഹു എന്ന ഒരു കയറ് നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ താഴേക്ക് വീഴില്ല. എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ ഡീപ്പായിട്ട് ട്രസ്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അള്ളാഹുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ടിപ്പ് നമ്പർ 1, നമ്മൾ ഓർക്കുക അള്ളാഹു ആണ് ഏറ്റവും ബെസ്റ്റ് പ്ലാനർ. നമ്മളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ മനോഹരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുള്ളത്. ഓഫ് കോഴ്സ് അതിൽ വിഷമങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, എല്ലാം അടങ്ങിയ ഒരു ജീവിതമാണ് നമ്മുടേത്. പല പരീക്ഷണങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ സംഭവിച്ചേക്കാം. പക്ഷേ വെൻ ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് ടു ട്രസ്റ്റ് അള്ളാഹ്, ഏത് നിമിഷമാണോ നിങ്ങൾ അള്ളാഹുവിനെ അത്രമേൽ വിശ്വസിക്കാൻ തുടങ്ങുന്നത്, ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു വല്ലാത്തൊരു സമാധാനം കിട്ടുന്നതായിരിക്കും. നമ്മൾ ചില വിശ്വാസികളെ കണ്ടിട്ടില്ലേ, അവർക്ക് ഈ ഒരു ലോകത്തെക്കുറിച്ച് ഒരു പേടിയും ഉണ്ടാവില്ല, അവർക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഒരു ഭയവും ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം ഈ ഒരു ലോകം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നമ്മളുടെ റിയൽ ഹോം അത് സ്വർഗത്തിലാണ്. ഇവിടെ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അതിനുള്ള ഒരു കോമ്പൻസേഷൻ, അതിനുള്ള ഒരു പകരമായിട്ട് നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 2, നമ്മളുടെ ലൈഫിൽ ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ, നമുക്കൊരുപാട് വിഷമമേറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് നമ്മളെ സാഡാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടാവും, അതായത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വിഷമങ്ങൾ മാത്രം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, അതായത് ഈ ഒരു കാര്യത്തിലൂടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും എന്ന് നമ്മൾ ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കുക. ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ഹാർഡ്ഷിപ്സും ഒക്കെ തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യത്തിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തതായിരിക്കും. നമ്മളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ
ഉത്തരം തേടി പോകേണ്ട ഒരാവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ സ്റ്റോറി, നമ്മളുടെ കഥ വൃത്തിയായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക എല്ലാ കാര്യത്തിനും. കാരണം നമ്മളെ കൂടെ എപ്പോഴും അള്ളാഹു മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു റിയലൈസേഷൻ എപ്പോഴും നമ്മളുടെ ലൈഫിൽ വേണ്ടതാണ്. ടിപ്പ് നമ്പർ 3, നമ്മളെപ്പോഴും നല്ല സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പേടികളും വറീസും വിഷമങ്ങളും എല്ലാം അള്ളാഹുവിനോട് തുറന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഖുർആൻ ഓതുക ആൻഡ് ഒരുപാട് നമ്മൾ ദിക്റുകൾ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് കാര്യമായാലും നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്താൽ നമ്മളുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവും. അത് നമ്മളുടെ ആത്മാവിനെ തന്നെ തിരിച്ചറിയാൻ പറ്റും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.